ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യവും. ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2024 ദ്വീപിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 12.3 ആണ്. ബട്ട് ഓവറോൾ യൂത്തും എല്ലാവരും ചേർന്നിട്ടുള്ള സ്റ്റാറ്റിക്കൽ വ്യൂ നോക്കുമ്പോൾ 12.3 ആണ്. അത് യൂത്തിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ 36.2% യൂത്തും തൊഴിൽ രഹിതരാണെന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് പരിമിതമായ തൊഴിലവസരങ്ങളാണ്. രണ്ടാമത്തത് ഇത് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി കൂടി ഒരു വെല്ലുവിളി കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഈ തൊഴിൽ രഹിതമായിട്ടുള്ള യൂത്ത് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുള്ള ഒരു ഉൾക്കാഴ്ചയാണല്ലോ. അപ്പോൾ അതിന് ഏത് രൂപത്തിലാണ് നമ്മൾ കാണുന്നത്? ഇതിനെങ്ങനെ മറികടക്കാൻ കഴിയും? ഒരു ITI അധ്യാപകൻ എന്ന നിലയിൽ ITI നമുക്ക് നൽകുന്ന തൊഴിലവസരങ്ങൾ എന്തെല്ലാമാണ്? ഇങ്ങനെ ITIയിലൂടെ നമുക്ക് എന്തെല്ലാം രൂപത്തിൽ ഈ തൊഴിലവസരങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ യൂത്തിനെ ഈ വിഷയത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും? തൊഴിലവസരത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ലക്ഷദ്വീപിനെ മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഈ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ചാണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്, തൊഴിലില്ലായ്മ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 സർക്കാരുകളും അല്ലെങ്കിൽ കഴിഞ്ഞ ഈ സർക്കാരുകൾ ഏറ്റവും കൂടുതൽ സ്കിൽ സെക്ടറിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സ്കിൽ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ തൊഴിലില്ലായ്മയെ മറികടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ITIയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെല്ലാം സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണല്ലോ ITI പറയുന്നത്. അപ്പോൾ ITIയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന കോഴ്സുകളാണ് ഇപ്പോൾ പ്ലംബിംഗ് ആയിക്കോട്ടെ, വെൽഡിംഗ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ AC മെക്കാനിക് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സുകളായിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് കിട്ടുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടിയില്ലെങ്കിലും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്കില്ലുകൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോകും. അപ്പോൾ അതിലൂടെ കുട്ടികൾ പുറത്ത് ജോലി ചെയ്യാം, സ്വയം ഏൺ ചെയ്യാം എന്ന് മാത്രമല്ല മറ്റു തൊഴിൽ രഹിതരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും കൂടി ക്വാളിഫൈഡ് ആയിട്ടാണ് അവിടുന്ന് ആളുകൾ ഇറങ്ങുന്നത്. ഉറപ്പായിട്ടും. കാരണം നമ്മൾ അവിടെ വേറൊരു കാര്യം കൂടി കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഓൺടർപ്രണർഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് പുറമെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർക്ക് തൊഴിൽ സാധ്യതകൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഒത്തിരി കുട്ടികൾ ITI പഠിച്ചിറങ്ങിയ ഒത്തിരി കുട്ടികൾ അവരുടേതായിട്ടുള്ളൊരു സംരംഭം കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ പോവുകയാണെങ്കിൽ പോലും നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം, ഒത്തിരി കുട്ടികൾ ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് ജോലിയില്ലാതെ പിരിച്ചുവിടുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ സ്കില്ലുള്ള കുട്ടികൾ അവരെന്ത് ചെയ്യാണ്? പിടിച്ചു നിൽക്കുകയാണ്. അവർക്ക് മറ്റുള്ളവരെ ഇപ്പോൾ ഗവൺമെൻറ് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലക്ഷദ്വീപിൽ പബ്ലിക് സെക്ടറാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. പ്രൈവറ്റ് സെക്ടർ കുറവാണല്ലോ നിലവിൽ, ആശ്രയിക്കുന്നതൊക്കെ പബ്ലിക് സെക്ടറാണല്ലോ. അപ്പോൾ പബ്ലിക് സെക്ടറിൽ ജോലി സാധ്യതകൾ ഏറെ കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്താണ്. കാരണം ഈ അടുത്ത കാലത്തൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു താൽക്കാലിക നിയമനങ്ങളാണ് കൂടുതലും. താൽക്കാലിക നിയമനം മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ഒരു 18-നും 30-നും വയസ്സിന് താഴെയുള്ള 24 വയസ്സിന് താഴെയുള്ള ഒത്തിരി കുട്ടികളാണ് ജോലിയിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു സാധ്യത എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. പബ്ലിക് സെക്ടറിൽ ലിമിറ്റഡ് ആണല്ലോ എപ്പോഴും അതിലൊരു സാധ്യത എന്ന് പറയുന്നത്. റിട്ടയർമെൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണല്ലോ വാക്കൻസി വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ പോപ്പുലേഷൻ കൂടുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് പബ്ലിക് സെക്ടറിൽ ജോലി സാധ്യത കുറയുന്നുണ്ട്, എന്നാൽ എഡ്യൂക്കേഷൻ കൂടുന്നുണ്ട്, കുട്ടികൾ പഴയ പോലെയല്ല പഠിക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചാലഞ്ചസ് വരുന്നുണ്ട്. ആ ഒരു സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു മേഖല എന്ന് പറയുന്നത് ITI തന്നെയാണ്. കാരണം അത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വേറെ സ്കിൽ ലേണിംഗ് ആണ് പ്രധാനമായിട്ടും. അതെ, സ്കില്ലാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സ്വയം തൊഴിൽ ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഒത്തിരി ഏതായാലും ഉറപ്പായിട്ടും എല്ലാ വർഷങ്ങളിലും എപ്പോഴും വീട് പണിയെടുക്കുന്നുണ്ട്, പ്ലംബറിനെ ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്. നിലച്ചു പോവാത്ത തൊഴിലവസരങ്ങളാണ്. ഉറപ്പായിട്ടും നിലച്ചു പോയില്ലല്ലോ എപ്പോഴും അവർക്ക്. മാത്രമല്ല പറഞ്ഞോളൂ. അല്ല, അപ്പോൾ ഒരു ITI സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. പക്ഷേ എത്രത്തോളമാണ് ITIയിലെ വിദ്യാർത്ഥികളുടെ സീറ്റ് അവൈലബിലിറ്റി ദ്വീപിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? ഇപ്പോൾ ദ്വീപിൽ എത്ര കോളേജുകളുണ്ട് ശരിക്കും ITI
പഠനം നടത്താൻ യോഗ്യമായിട്ടുള്ള എത്ര കോളേജുകളുണ്ട് ദ്വീപുകളിൽ? ലക്ഷദ്വീപിലെ ഇപ്പോൾ ഒറ്റ ഒറ്റ ITI ഉള്ളൂ. അതിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ എത്രയാണ്? ഇവർക്ക് എത്രത്തോളം ആളുകൾക്ക് ഒരു സ്കിൽ ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള പഠനം നമ്മുടെ നാടുകളിൽ വെച്ച് നടത്താൻ കഴിയും? ഇത് ശരിക്കൊരു വെല്ലുവിളിയാണ്. മറ്റു നാടുകളെ ആശ്രയിക്കേണ്ടി വരിക, അത് പ്രധാനമായിട്ട് ഷിപ്പ് യാത്രകൾ കൂടിയാകുമ്പോൾ ശരിക്കൊരു വെല്ലുവിളിയായിട്ട് നമ്മളെ മുന്നിലുണ്ടല്ലോ അല്ലേ? അതെ, പക്ഷേ നമ്മളിപ്പോൾ എന്താണ് ITIനെ സംബന്ധിച്ചിടത്തോളം ഈ 3 വർഷം മുമ്പ് അവിടുത്തെ സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. അത് കപ്പാസിറ്റി നമ്മൾ ഇൻടേക്ക് കുറവായിരുന്നു. പക്ഷേ അത് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, കൂട്ടി. കാരണം കുട്ടികളുടെ എന്താണ് സ്വാധീനം, അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി, അപ്പോൾ അവരുടെ പഠിക്കാനുള്ള താല്പര്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ നമ്മുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു, അവരുടെ ഇൻടേക്ക് കൂട്ടി. ഇപ്പോൾ ഏകദേശം 400 എബോവ് കുട്ടികളെന്നാണ് എന്ത് ചെയ്യുന്നത്. 2025 ആയപ്പോഴേക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒത്തിരി കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു സ്കോപ്പ് മനസ്സിലാക്കി പഠിക്കാൻ വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ മാത്രമല്ല കുട്ടികൾ ജോലി നേടുന്നത്. അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് NCVET എന്നാണ്, നാഷണൽ കൗൺസിലിംഗ് ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് എന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഓൾ ഓവർ ദ വേൾഡിൽ എന്താണ് വാലിഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എവിടുന്ന് പഠിച്ച കുട്ടികൾ, എനിക്ക് എന്താണ് ഞാൻ പഠിപ്പിച്ച അഗത്തി ദ്വീപിലെ ഒരു കമാൽ മുബാരിഷ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവനിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ അവിടെ ജോലി കിട്ടിയിരിക്കുന്നത് ലക്ഷദ്വീപിലെ കവരത്തി ITIയിലെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ്. അതുമാത്രമല്ല കേരളത്തിൽ ഒത്തിരി കമ്പനികളിൽ നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുമായിട്ട് ഇപ്പോഴും എന്താണ് കോണ്ടാക്റ്റുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കൊക്കെ എന്താണ് ജോലി കിട്ടിയിരിക്കുന്ന സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ITI പഠിച്ച എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു മാർഗ്ഗമാണ്. ഉറപ്പായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പാസ്റ്റ് എക്സ്പീരിയൻസിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കുട്ടികൾ അവെയർ അല്ല, അതാണ് പ്രശ്നം. വരുന്ന കുട്ടികൾക്ക് ഇതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിൻ്റെ എങ്ങോട്ടാണ് ഇത് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്, ഇതിലെന്താണ് ജോലി. വിദ്യാർത്ഥികളുടെ ആ ഒരു ടേണിംഗ് പോയിന്റിൽ കിട്ടേണ്ടത് പലതും കിട്ടാതെ പോകുമ്പോഴുള്ള ഒരു +2 കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് അല്ലെങ്കിൽ 10 കഴിഞ്ഞ സമയത്ത് കിട്ടേണ്ട ഒരു അവയർനെസ് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരുപാട് നേരിടുന്നുണ്ട്. പിന്നെ വിഷയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് കോളേജുകൾ വളരെ കുറവാണ്. അപ്പോൾ ശരിക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതിപ്പോൾ ഓരോ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ജനങ്ങളോടുള്ള ഒരു സമീപനം പല രൂപത്തിൽ മാറാലോ ഗവൺമെൻറ്റുകൾ മാറുന്നതിനനുസരിച്ച്. അപ്പോൾ പ്രൈവറ്റ് കമ്പനികൾക്ക് നല്ല രൂപത്തിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നല്ല രൂപത്തിൽ ഇവിടെ വർക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാൻ കഴിയുമല്ലോ. അതിന് എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടോ ശരിക്കും? അതുകൊണ്ടാണ് ഒരുപാട് കാലമായല്ലോ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെ എണ്ണി പറയാവുന്നതാണ് തോന്നുന്നു. ഇനി ഉണ്ടോ എന്നത് തന്നെ സംശയമാണ്. അപ്പോൾ എന്തോ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ എന്തോ ഒരു പ്രയാസങ്ങൾക്ക് അപ്പുറത്തായിരിക്കാമല്ലോ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരാത്തത്. എന്ത് വെല്ലുവിളികളായിരിക്കും ശരിക്കും അവർ നേരിടുന്നത്? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടതാണ്, ലക്ഷദ്വീപിൽ മൊത്തത്തിൽ പബ്ലിക്കായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമേ എന്താണ് ജോലി കിട്ടുള്ളൂ, അവിടെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ശരിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടതാണ്. അപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിലും നമ്മളെന്താണ് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ ചോദിക്കും എന്താണ് അവിടെ ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചത്, ഏത് കോളേജിലാണ് പഠിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ലക്ഷദ്വീപ് പബ്ലിക് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ സമീപകാലത്ത് എന്ത് മാറ്റം വന്നു. ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞത് ഇവിടെ സക്സസ് ആകില്ല എന്ന് നമ്മുടെ കൂടെയുള്ള എത്ര ആൾക്കാർ പറഞ്ഞു. പക്ഷേ നമ്മൾ കാണുന്നൊരു കാര്യമാണല്ലോ, ഇവിടെ എത്ര ഇസ്ലാമിക് സെൻ്റർ ഉണ്ട്, ഇസ്ലാമിക് നഴ്സറി സെൻ്റർ ഉണ്ട്. അതൊക്കെ മറ്റേ ഇതാണോ, ഗവൺമെൻറ് ആണോ? അത് പഠിക്കുന്നില്ലേ കുട്ടികൾ? അത് സക്സസ് ആകുന്നില്ലേ? തീർച്ചയായിട്ടും നല്ല മാറ്റം അതിലൂടെ കുട്ടികൾക്ക് കൊണ്ടുവരാനും കഴിയുന്നില്ലേ? ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഒരുപാട് മാറ്റങ്ങൾ വരുന്നില്ലേ? പണ്ട് എന്താണ് ബാപ്പമാർ കൊണ്ടുവന്ന് കുട്ടികളെ ഇറക്കുന്നതായിരുന്നു. ഇന്ന് പോയി അത് എന്താണ് സ്വന്തമായിട്ട് ബസ് എടുത്തു, ആ ബസ്സിൽ കൊണ്ടുവന്ന് കുട്ടികളെ വിടുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആകുന്നില്ലേ? ഇന്ന് ഗവൺമെൻറ് നഴ്സറികളിൽ കുട്ടികളില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വളരെ സക്സസ് ആകും എന്നുള്ളതാണ്. കാരണം പ്രൈവറ്റ് വരണം, പ്രൈവറ്റ് വന്നാൽ ഒരുപാട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആ സംഗതികളൊക്കെ കുറഞ്ഞു കിട്ടും. ഇത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കടന്നുവരവിൻ്റെ സമയമായിരിക്കാം ഇതില്ലേ. അതുകൊണ്ടാണ് ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ സെൻ്ററുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും നമ്മുടെ ഉന്നതതല വിദ്യാഭ്യാസം +2 ആഫ്റ്റർ +2 അല്ലെങ്കിൽ ആഫ്റ്റർ 10
ആ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലക്ഷദ്വീപില് ആവശ്യകത വളരെ ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപ് അറിയാമല്ലോ അല്ലേ? മിനിക്കോയ് ദ്വീപില് പീസ് എന്ന് പറഞ്ഞൊരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, പ്രൈവറ്റായിട്ട് പീസ് എന്ന് പറഞ്ഞു. അത് പിന്നീട് സമീപകാലത്ത് അത് എന്ത് ചെയ്തു, അത് അടച്ചുപൂട്ടി. അതിൻ്റെ എന്താന്നുള്ളത് എനിക്കറിയില്ല, വ്യക്തമല്ല. പക്ഷെ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തോ അഫിലിയേഷൻ്റെ പ്രശ്നങ്ങൾ കാരണങ്ങളാണ് അത് അടച്ചുപൂട്ടിയത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റായ്മ ഒന്നുമില്ല. നമുക്കിപ്പോൾ കേരളത്തിലൊക്കെ എല്ലാം ഓൾമോസ്റ്റ് സ്ഥാപനങ്ങളൊക്കെ എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്, പക്ക പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ കറക്റ്റായിട്ടുള്ള UGC അപ്രൂവൽഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി രജിസ്ട്രേഷനൊക്കെ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കിട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷദ്വീപിലും ഇത് സ്വാഭാവികമായിട്ടും ശരിക്കും ഉണ്ടാവും, ഉറപ്പായിട്ടും വെച്ചാൽ നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളൊരു മെസ്സേജ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവർത്തനം സ്വാഗതാർഹമാണ്. ശരിക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ് അല്ലേ? ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ZQ ഒക്കെ പ്രവർത്തിക്കുന്നു. ശരിക്കും നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നത് തന്നെ ഒരു ZQ ക്ലാസ് റൂമിലാണല്ലോ. അതെ. അപ്പോൾ ZQൻ്റെ കടന്നു വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇന്നോവേഷൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ZQന്ന് ഇറങ്ങിയ ഒത്തിരി കുട്ടികളായിട്ട് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പരമ്പരാഗതമായ നഴ്സറി സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു നഴ്സറി സിസ്റ്റമാണ് ശരിക്കും ZQ. അതുകൊണ്ടാണല്ലോ അവിടെ ഡിമാൻഡ് വരുന്നത്, കുട്ടികളെ ചേർക്കാനും. കുട്ടികൾ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് ആൾക്കാർ വരും. അതിപ്പോൾ ഇനി സ്കൂളാണെങ്കിലും പ്രൈമറി സെൻറ്റർ ആണെങ്കിലും ഇനി കോളേജുകളൊക്കെ ആണെങ്കിലും, കോളേജുകൾ പ്രൈവറ്റ് വന്നാൽ നിലവിൽ പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെൻറ് നൽകുന്ന ആ കോളേജിനേക്കാളും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് നല്ല ഫാക്കൽറ്റീസിന് കിട്ടുന്ന കോളേജുകളൊക്കെ ആണെങ്കിൽ അവിടെ തേടി വരും. കുട്ടികൾ കോഴ്സുകൾ എടുക്കാനും പഠിക്കാനൊക്കെ വരും. അപ്പോൾ എന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ദ്വീപിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ക്വാളിറ്റി കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ മീഡിയയുടെ ചർച്ചയിൽ നമ്മോട് കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഷമീം ഹസൻ സാറല്ലേ, കവരത്തിയിലെ ITIയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് അവിടെ വർക്ക് ചെയ്യാനും നല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ ശിഷ്യസമ്പത്ത് ഉണ്ടാക്കാനും കഴിയട്ടെ എന്ന് ആശ്വസിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.